ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡയൻമ ലൈഫ് എടുക്കാനാണ് വന്നിരിക്കണത്. അപ്പോൾ എന്താ വേറെ പരിപാടിയൊന്നുമില്ല, ഇന്നത്തെ ഒരു ദിവസം മുഴുവനും കാണിക്കണം അത്ര തന്നെ. ഇതൊക്കെ കണ്ടാ ഇന്നലെയൊക്കെ ക്യൂടെക്സ് ഇട്ടിട്ട് തേച്ച് വെച്ചിട്ടുള്ളതാ. മുഖം നോക്കട്ടെ, വായയില് ഇതിന്റെ കട്ടി തുപ്പികളെ ഞാനത് നല്ല കുട്ടിയായിട്ട് തുപ്പം പറഞ്ഞ തുപ്പും, നല്ല കുട്ടിയാണ്. എനിക്ക് വേണ്ട. അപ്പോ ടി വി കണ്ടോണ്ടിരിക്കാണ് കുട്ടി. ഇവിടെ ഹെൽമെറ്റ് കണ്ടല്ലേ, ഹെൽമെറ്റ് നനഞ്ഞിട്ട് ഇന്നത് മഴയൊക്കെ നനച്ചു കൊണ്ടുവന്നു. നല്ല മഴയുടെ പുറത്ത്. അയ്യോ, ഇതെന്ത് സാധനം? അപ്പൊ കുഞ്ഞി പൂച്ചേട്ടാ മാന്തത് അല്ലെങ്കിൽ അതിനെ അവൻ ശരിപ്പെടുത്തും. നമ്മേട്ടാ അങ്ങനെ രാവിലെ ആറ്റിട്ട് തന്നെ ഞാൻ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ കുളിച്ചില്ലെങ്കിലും പല്ലൊക്കെ നല്ല കറക്റ്റായിട്ട് ഞാൻ തേക്കും, മുഖമൊക്കെ കഴുകി. അപ്പേക്ക് ഉണ്ണി വന്നിട്ട് അപ്പുറത്ത് ഹോണടി കേട്ടപ്പോൾ പോയപ്പോൾ തേനാ ഞാൻ നേരത്തെ കാണിച്ച ഇതിൽ കണ്ടില്ലേ ഈ പൂച്ച എവിടെ നിന്നാ വന്നേന്നൊരു പിടുത്തല്ല. അപ്പോൾ ഉണ്ണി ഇതേ പണി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ഉണ്ണിയുടെ ബാഗിൻ്റെ ഉള്ളിലത്തെ ഉണ്ണിയുടെ വർക്കിംഗ് ഡ്രസ്സ് സാധനങ്ങൾ, പിന്നെന്താ കുപ്പി, പിന്നെ പുതപ്പ് സാധനങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അലക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ധീരനത് ടി വി ഓണാക്കിയിട്ട് ബ്രഷൊക്കെ പേസ്റ്റൊക്കെ തേച്ചത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പയായിട്ട് വർത്താനം പറഞ്ഞിരിക്കട്ടെ കുട്ടി. ഉണ്ണി ഇങ്ങനെ കൈ വീശി അടിച്ചത് മനപ്പൂർവ്വം അടിച്ചല്ല കേട്ടാ, വെറുതെ കാണിച്ചതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഉണ്ണിക്ക് ഇത് ചായക്കുള്ള സാധനങ്ങൾ എടുത്ത് കൊടുക്കണം. ഞാൻ ചോദിച്ചു ബിസ്ക്കറ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവനെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ടൻ ചായ എടുത്ത് കൊണ്ട് കൊടുത്തുട്ടോ അവന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പരിപ്പ് ഉലർത്താനാട്ടാ പോണത്. എന്താ പറയാ, പരിപ്പില്ലേ, പരിപ്പ് നമ്മൾ കുത്തി കാച്ചണ പോലെ തന്നെ ഡ്രൈ ആയിട്ട് പരിപ്പ് ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് വെന്തിട്ടേ എന്താ പറയാ, ഒരു നാളികേര ചെല്ലിയിട്ട് തോരൻ പോലെ ആക്കും. നല്ല ടേസ്റ്റാണ്. എനിക്കത് വേണമെന്നുണ്ട്, അത് ഉണ്ടാക്കാൻ പോട്ടെ. ഞാൻ എന്താ ചെയ്യാം. പരിപ്പ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ട് കഴുകണം. കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ചാൽ മതി. കാലത്ത് കുഞ്ഞി തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയതാട്ടോ.
അപ്പോൾ നമുക്കത് 2 വിസിൽ വരുന്ന വരെ നമുക്ക് നോക്കാം. നോക്കിയിട്ട് നല്ല വേവായി കഴിഞ്ഞാൽ പിന്നെ അത് ഓരം വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്നുവെച്ചാൽ 70% വേവണം. അത് കണ്ട പുറത്ത് നല്ല മഴയാട്ടോ, നല്ല മഴയാണ്. എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഉണ്ടപ്പൻ എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് കണ്ടോ തോടൊപ്പം കേട്ടോ. വീട്ടിൽ ഇപ്പോൾ മഴ പെയ്യണമെന്ന് കുറച്ച് അങ്ങനെ ചേട്ടൻ്റെ പരിപ്പ് ഉലർത്താനായിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ പരിപ്പ് ആദ്യം കുക്കറിലിട്ട് 2 വിസിലടിച്ചതിന് ശേഷം ഞാനത് അധികം വേവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഞാനത് പരത്തി ഇടണം കേട്ടോ. കുക്കറിലിട്ട് അതിൻ്റെ ചൂടുകൊണ്ട് തന്നെ അതൊന്നും കൂടി വെന്ത് പോലെ വെച്ചിട്ടാണ് ഞാൻ അതിൽ നിന്ന് മാറ്റിയിടണത്. ഞാൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ ഇളക്കി കൊടുക്കേണ്ടത് നന്നായിട്ട്. ആരും എൻ്റെ റെസിപ്പി കണ്ടിട്ട് അനുകരിക്കാൻ നിൽക്കേണ്ടത്, കാരണം ഇത് എൻ്റേതായിട്ടുള്ള തന്നെ കുറേ പൊട്ടത്തരങ്ങളാണ്. നമ്മുടെ പരിപ്പ് അവിടെ ഇതാക്കിയിട്ടുണ്ട്. നമ്മ കാലത്ത് കണ്ടില്ലേ എന്താ പറയാന്നറിയോ, ചാളയാണ് കേട്ടോ. ചാള മീൻകറി വെച്ചതാണ് കേട്ടോ. നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള മീൻകറി കേട്ടോ. ഞാൻ നാളികേരം ചെരുകണമെന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ച് നിൽക്കുമ്പോഴാണ് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ആ കാഴ്ച കണ്ടത്. നാളികേരം ചെരുകിയത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂട്ടാൻ കാച്ചതുണ്ട്, വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് പോകട്ടോ. വർക്ക് ഏരിയ അല്ല, സോറി, ഇതാണ് വർക്ക് ഏരിയ. നമുക്ക് കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂട്ടാൻ വെക്കണം. ഇത് വർക്ക് ഏരിയ കേട്ടോ, ഉണ്ടല്ലോ. അങ്ങനത്തെ ഞാൻ അടുക്കളയിലേക്ക് പരിപ്പും സാധനങ്ങളായിട്ട് നടക്കാനായിട്ട് അകത്തേക്ക്. അവിടെ ഉപ്പ് ഉണ്ടായിരുന്നില്ല, ഉപ്പ് കൊണ്ടുവയ്ക്കണം അവിടെ. ഇനിയുള്ള റെസിപ്പി നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. അപ്പോൾ ചൂടായി ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവോള ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. സോറി, ഞാൻ ചീഞ്ചട്ടി ചൂടാവണതിന് മുന്നേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്താ പറയുക, വെളിച്ചെണ്ണ ചൂടാവണതിന് മുന്നേ തന്നെ ഞാൻ വേപ്പിലിട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് പോലെ നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് വേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് മുളകും പൊടിയുടെ ഇതൊക്കെ മാറുമ്പോൾ നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി വളർന്ന് വരുമ്പോൾ ആയിരിക്കും നമ്മൾ പരിപ്പിടുക. നമ്മുടെ മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കുത്തുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഇവിടെ കുത്തുമുളക് ഇല്ലാത്ത കാരണം സാധാരണ മുളക് പൊടി മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ പണിയുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മുടെ ധീരുൻ്റെ കുളി കഴിഞ്ഞിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ധീരുവിന് ഉണ്ണിയുടെ കൂടെ കുളിക്കാൻ കയറ്റിയിട്ട് അങ്ങനെ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവന് ട്രൗസറും സൗസറും ടീഷർട്ടും പിന്നെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ്. ഇത്തിരി പണിയുള്ളതുകൊണ്ട് തന്നെ ഉണ്ണി പറഞ്ഞു, നീ അത് ചെയ്തോ, ഞാനിവനെ കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ആ കാര്യം ചുളവിൽ ഓക്കെ. അങ്ങനെ കൂറിയൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോൾ പറയാം, എൻ്റെ ആനക്കുട്ടിക്ക് മാത്രം കൂറി തൊട്ട് കൊടുത്തില്ല പപ്പ, അവനെയും വരച്ചു കൊടുക്കും കുറി. അങ്ങനെ അമ്മ ജോലി കഴിഞ്ഞില്ല, ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ അവർ ധീരു കാണാൻ കാർട്ടൂണ് അമ്മയും ഇരുന്ന് കാണട്ടെ. അമ്മേനെ കട്ടിരുന്നിട്ട് ഞങ്ങളുടെ ചോറുണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചോറിന് കഴിഞ്ഞിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ. ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ അമ്മാമ്മ ഇരുന്ന് ചൊറിയാനിരിക്കുക, അത് കഴുകി വെച്ചില്ല, തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി. വലിയ കുക്കറും കാര്യങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. പരിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. അങ്ങനെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ എന്തേ കുളിക്കാൻ വേണ്ടി പോവാ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മേക്കപ്പൊക്കെ ചെയ്യണതിനൊക്കെ മുന്നേ ഞാനൊന്ന് കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പഞ്ചസാര തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു പഞ്ചസാരയൊക്കെ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാൻ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങളുടെ വീട്ടിന് മുറ്റത്തൊരു പാമ്പിനെയും കണ്ടു. ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് വണ്ടിയുമ്പോൾ കയറിയിരിക്കുമ്പോഴാണ് കണ്ടത്. പൈപ്പിൻ്റെ ഇടയിലാണ് സംഭവം കിടക്കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല വള്ളിയോ കയറങ്ങാനും കൊണ്ടിട്ടിരുന്നു. പിന്നെ നോക്കിയപ്പോൾ വാലൊക്കെയാണ് ഇങ്ങനെ. അങ്ങനെ പാമ്പിൻ്റെ പാട്ടിനെ പറഞ്ഞേച്ച് പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ചടപ്പടയെന്നായിരുന്നു. വേഗം പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് റീലെടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ ഒരു മഞ്ഞ ചെറുതായിട്ട് ഇട്ടിരിക്കണം. അതിലേക്ക്
ഞാൻ റീൽ എടുക്കാനല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ വരെ കാണിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ പാൻറ് ഇട്ടിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലിട്ട് കിടക്കണ പാൻറ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ മൊത്തം കാണിക്കണില്ല. ഇങ്ങനെ ഷോളുണ്ട് കേട്ടോ. ഞാൻ ഈ ചുരിദാർ 2 തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ, കല്യാണങ്ങൾക്ക് തന്നെ. ഇത്രയുള്ളൂ നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ തറ്റമാണ് ഞാനിടാൻ പോകുന്നത്. എന്താ ചക്ക? അപ്പം എന്നാ ഞാൻ റീൽ പോയി എടുത്തിട്ട് വരട്ടെ. ബൈ. റീൽ എടുത്തിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ റീലൊക്കെ എടുത്ത് കഴിഞ്ഞോട്ടാ. ഞാൻ ഒറ്റയ്ക്കിലെടുത്തത് പ്രാവശ്യം. പ്രതീക്ഷിക്കാതെ ഒരാളും കൂടി കടന്നു വന്നിരിക്കുന്നു. എൻ്റെ തേങ്ങയെന്ന് പറഞ്ഞ്. അപ്പോൾ റീല് എന്താണെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. മറക്കാണ്ട് കണ്ടോളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഡയറി ലൈഫ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടി പണിക്കൊക്കെ പോയിട്ടാണ്. പിന്നെ വീഡിയോ ഇറങ്ങി, പിന്നെ കുഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ എന്തോ കണക്ക് എഴുതുകൊണ്ടിരിക്കുക. അമ്മ അടുക്കളയിൽ പണിയില്ല. അപ്പോൾ നമ്മുടെ ഡയറി ലൈഫ് ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.